ബി.ജെ.പി. നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പ്രതികളായ 15 പേർക്കും തൂക്കുകയർ ലഭിച്ചത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ അത്യപൂർവ വിധിയായി. ഒരു കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് അപൂർവ സംഭവമാണ്. അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 2021 ഡിസംബർ 19-ന് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിലെ പ്രതികളെല്ലാം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ, അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരായത്. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന 3 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലെത്തിയതായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. വയലാറിൽ RSS പ്രവർത്തകൻ R. നന്ദുകൃഷ്ണ ആദ്യം കൊല്ലപ്പെട്ടു. 2021 ഫെബ്രുവരി 24-ന്. പ്രതികാരം എന്ന പോലെ ഡിസംബർ 18-ന് രാത്രി SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനിനെ മണ്ണഞ്ചേരിയിൽ കൊലപ്പെടുത്തി. പിറ്റേന്നു രാവിലെയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസ് വധം. ഈ കേസിൽ മാത്രമാണ് കോടതി നടപടികൾ പൂർത്തിയായത്. ആലപ്പുഴ DYSP NR ജയരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് കോടതിയിൽ ഹാജരാക്കിയത് 156 സാക്ഷികളെ. 1000-ഓളം രേഖകളും 100-ലേറെ തൊണ്ടിമുതലുകളും ഹാജരാക്കി. വിരലടയാളം, ശാസ്ത്രീയ തെളിവുകൾ, ക്യാമറ ദൃശ്യങ്ങൾ, ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ യാത്രാവഴി എന്നിവയും പ്രോസിക്യൂഷൻ തെളിവായി സമർപ്പിച്ചു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ജുഡീഷ്യൽ ഓഫീസർമാർ, ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ, കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ അടുത്ത ബന്ധുക്കൾ തുടങ്ങിയവർ കേസിൽ സാക്ഷികളായിരുന്നു. ക്രിമിനൽ നടപടി നിയമം 313 വകുപ്പ് പ്രകാരം 6000 പേജുകളിലാണ് വിചാരണ കോടതി ജഡ്ജി മൊഴി രേഖപ്പെടുത്തിയത്. 2022 ഡിസംബർ 16-ന് കേസിലെ 15 പ്രതികളെയും കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ പ്രതികൾ 3 തവണ ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ രേഖകൾ. വയലാറിൽ RSS പ്രവർത്തകനായ നന്ദുകൃഷ്ണ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചടിയുണ്ടാകുമ്പോൾ കൊല്ലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് പ്രതികൾ ആദ്യം ഗൂഢാലോചന നടത്തിയത്. പട്ടിക തയ്യാറാക്കിയ ശേഷം 2021 ഡിസംബർ 18-ന് രാത്രി മണ്ണഞ്ചേരിയിലും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഒത്തുചേർന്നു. തുടർന്ന് ഗൂഢാലോചന നടത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. വീട്ടിൽ രഞ്ജിത്ത് ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ 3-ാം പ്രതിയുടെ നേതൃത്വത്തിൽ വീടിന് മുന്നിലെത്തി അന്വേഷണം നടത്തി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആലപ്പുഴ നഗരത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും മണ്ണഞ്ചേരിയിൽ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലും ഒത്തുചേർന്ന തയ്യാറെടുപ്പുകൾ നടത്തി. 6 വാഹനങ്ങളിലായി മഴു, ചുറ്റിക, വാൾ, കമ്പിവടി തുടങ്ങിയ മാരകായുധങ്ങളുമായി 12 പ്രതികൾ രാത്രി രഞ്ജിത്തിന്റെ വീടിന് സമീപമെത്തി. സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മടങ്ങിപ്പോയി. പുലർച്ചെ വീണ്ടുമെത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്തി. ബി.ജെ.പി. നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 15 പ്രതികളിൽ 8 പേർക്കും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി വിലയിരുത്തി. വീട്ടിൽ കയറി ആക്രമിച്ചവരാണ് ആദ്യ 8 പ്രതികൾ. ഇവർക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. 9 മുതൽ 12 വരെ പ്രതികൾ വീടിനു പുറത്ത് മാരകായുധങ്ങളുമായി കാവൽ നിന്നതിനാൽ അവരും കൊലപാതക കുറ്റത്തിന് ശിക്ഷാർഹരാണ്. 13 മുതൽ 15 വരെ പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് തെളിഞ്ഞതിനാലാണ് കൊലക്കുറ്റം ചുമത്തുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ വീട്ടിൽ അതിക്രമിച്ചു കടന്നതിനും 1, 2, 7 പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചതിനും കുറ്റം ചുമത്തി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 15 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ കോടതിയിൽ ആവശ്യപ്പെട്ടു. സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് നിരപരാധിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ യഥാർത്ഥത്തിൽ 3 കൊലപാതകമാണ് നടത്തിയത്. അമ്മയ്ക്കും ഭാര്യയ്ക്കുമുണ്ടായ മാനസികാഘാതം കൊലപാതകത്തോളം ഭയാനകമാണ്. പ്രതികൾക്ക് നിസ്സാര ശിക്ഷ നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിനാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം. കേസിലെ 3-ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ നിന്ന് പ്രതികൾ കൊലപ്പെടുത്താൻ തീരുമാനിച്ചവരുടെ പട്ടിക പോലീസിന് ലഭിച്ചിരുന്നു. അതിലെ 1-ാം പേരുകാരനായ രഞ്ജിത്ത് ശ്രീനിവാസനെയാണ് പ്രതികൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ പട്ടികയിലുള്ള മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ അത് പ്രതികൾക്ക് പ്രേരണയാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സുരക്ഷ കുറവായതിനാൽ കേസിന്റെ വിചാരണ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിന്റെ നടപടികൾ ആലപ്പുഴയിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത്. ഇതിനെതിരെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. മാവേലിക്കരയിൽ വിചാരണ തുടരുമ്പോൾ 1-ാം പ്രതിയുടെ അഭിഭാഷകൻ മരിച്ചതിനെ തുടർന്ന് 1 മാസം വിചാരണ നിർത്തിവെച്ചിരുന്നു.